അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് JCB ഓടിക്കാനാണ് ഗായ്സ്. അപ്പോൾ JCBയുടെ ചീറ്റ് കോഡും പിന്നെ സ്റ്റിയറിങ് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റിയറിങ് ഓടിക്കാൻ തുടങ്ങാം. JCB ഓടിക്കാൻ തുടങ്ങാം. നമ്മൾ JCB കയറിയിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സുന്ദര കുട്ടപ്പനാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഫുൾ കൺട്രോൾ JCB ഉണ്ട്. കാണിച്ചു തരാം. ബീച്ച് സൈഡിലെത്തിയിട്ട് കാണിച്ചു തരാം. ഓ എനിക്ക് വയ്യ. അതെ പൊക്കോളൂ, ആരും പൊക്കോളൂ. ഓ JCBയുടെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബീച്ച് സൈഡിലെത്തിക്കോട്ടെ, ബീച്ചിൻ്റെ സൈഡിലെത്തിക്കോട്ടെ. അയ്യോ, നമുക്ക് ലിഫ്റ്റൊക്കെ വിളിച്ച് പോകാൻ പറ്റും. അതെങ്ങനെ കാണിച്ചു തരാം. ലിഫ്റ്റൊക്കെ വിളിച്ച് നമുക്ക് പോകാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. JCBയുടെ രണ്ട് സൈഡിലായിട്ടൊരു സാധനം ഇരിക്കണല്ലോ, അത് ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം. അതൊക്കെ അവിടെ ബീച്ച് സൈഡിൽ എത്തിയിട്ട് തുറന്ന് കാണിച്ചു തരാം. ഓ സീൻ ഒച്ചൊക്കെ അത്യാവശ്യം പവർ. ട്രാക്ടർ പോണ ഒച്ച മാതിരി ഉണ്ട്. സ്റ്റിയറിങ് നോക്ക്. സ്റ്റിയറിങ് അയ്യോ ജസ്റ്റ് മിസ്. ബുഗാട്ടിക്കാരന് ഫ്രണ്ടിൽ കുറേ വണ്ടി കൊണ്ട് ആ വണ്ടിയുടെ ലിഫ്റ്റ് വിളിക്കാൻ ബുഗാട്ടി അല്ലാണ്ട് അവിടെ അവിടെയായിട്ട് ഇതവിടെ പോവാത്ത വണ്ടി. ഒട്ടും സ്പീഡില്ലാത്ത വണ്ടിയാണ് നമ്മൾ എടുത്തേക്കണേന്ന്. ബാക്കിൽ നിന്ന് അടിച്ചേക്കണം. ഇവരൊക്കെ ഏതാ താത്തണം എങ്ങനെയാ പൊക്കുന്നത്? താത്തണ്ട്. ഓക്കെ, രക്ഷപ്പെട്ടു. ആ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. എൻ്റെ ദൈവം, ആ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. നമുക്ക് അടുത്താളെ നോക്കാം. എൻ്റെ ദൈവമേ, എന്താണ് ഇത്? എന്താ ഫ്രണ്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു. ആ റെഡ് കാറിൻ്റെ ഫ്രണ്ടിലൊരു സംഭവം ഉണ്ടായിരുന്നില്ലോ. അറിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ഷെയർ ചെയ്യാം. വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ വന്നേക്കണം ബീച്ച് സൈഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോവാണേ. അയ്യോ, നമ്മളിന്നും ബീച്ച് സൈഡിലാണ്. വേറെ സ്ഥലമൊന്നുമില്ല ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബീച്ച് സൈഡിൽ പോകുന്നത്. ബീച്ച് സൈഡിൽ മണ്ണൊന്നും കോന്താനൊന്നും പറ്റില്ല കേട്ടോ. മണ്ണൊന്നും എടുക്കാൻ പറ്റില്ല. അതാണ് സീൻ. മണ്ണൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ മെയിൻ വീട്ടിലിൻ്റെ മേളിലെന്ത് സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ജെറ്റ് പാക്ക് എന്ന് പറയണ സാധനം ഇരിക്കണമെന്ന് തോന്നുന്നു. അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിലൂടെ. നമുക്ക് നേരെ ബീച്ച് സൈഡിലേക്ക് വിടാം. അപ്പോൾ ഗൈസ് നമ്മളെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പം, നമ്മുടെ JCBയുടെ ടയർ ടോയ് കാറിൻ്റെ ടയർ പോലെ ഇരിക്കണേ. നമ്മുടെ JCBയുടെ ടയർ അറിയില്ല. നമ്മളൊരു ചേട്ടൻ്റെന്നാണ് എടുത്തത്. JCB ഓടിക്കുന്ന ചേട്ടൻ്റെന്ന് എടുത്തത്. ചേട്ടൻ കൊല്ലോ, ചേട്ടനല്ല ചേട്ടൻ നമ്മൾ കൊല്ലും. പിന്നെ എൻ്റെ പൊന്നി, എവിടെ നിന്നൊക്കെ എടുത്ത ടോയ് കാറിന് അതിലെ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, മണ്ണൊന്നും തോന്നാൻ പറ്റില്ല. ഞാൻ കുറച്ച് മുത്തൊക്കെ കാണിച്ചു തരാം. JCB വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോണു. JCBക്ക് രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സ്ഥലം. JCBയുടെ ഈ ഇപ്പുറത്തും മഞ്ഞ കളറ് ബ്ലാക്ക് കളറ് ഇതേപോലത്തെ സാധനം ഇരിക്കണമെന്നില്ലേ. അതെങ്ങനെയാണ് ചേച്ചേക്കണ്ടെന്ന് വെച്ചാൽ മറ്റേറ്റാക്കി പൊങ്ങിയിരിക്കും. നമുക്ക് ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കാനും പറ്റും. പിന്നെ ഇതൊന്ന് ഇതാക്കട്ടെ. ഈ സാധനം JCBയുടെ തുമ്പിക്കൈ മാതിരി ഇരിക്കുന്ന സാധനം
നിർത്തിയിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ആക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും സുഖമായിട്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. മണ്ണൊന്നും എടുക്കാൻ പറ്റില്ല. കാണിച്ചു തരാം. കണ്ടില്ലേ, മണ്ണൊന്നും എടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, പോവാനും പറ്റില്ല. അതാണ് സീൻ. ആകെപ്പാട് സീൻ. അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ചീറ്റ് കോഡ് കാണിച്ചു തരാം. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ JCB ഇറങ്ങിയിട്ട് നമുക്ക് വേറൊരു കാറ് സ്പോൺ ചെയ്യാം. പുതിയ വേറെ ഒന്നുമില്ലാത്ത കാറുണ്ട് കേട്ടോ. അത് 9191 ഇതടിച്ചെടുത്താൽ കിട്ടും. ഒരു മോഡിഫിക്കേഷൻ ചെയ്യാത്ത കാറ് 9090 അടിച്ചാൽ മോഡിഫിക്കേഷൻ ഉള്ള കാറ് കിട്ടും. കാറ് നമ്മളിതാണ് എടുത്തേക്കണേ. നേരെ പറക്കല്ലേ, സ്പീഡ് അത്ര ഇല്ല. നമുക്ക് നേരെ നമ്മുടെ പഴയ വീട്ടിലേക്ക് ഇടാം. ലെങ്ത് കുറേ ഉണ്ട്. കാണാം. അപ്പൊ ഗൈസ് എത്താറായി. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മണ്ടയമുണ്ടെന്നാണ് പറഞ്ഞത്. ജാക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ മൂഞ്ചി ആണെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് മണ്ടയമ കയറി വെക്കാം. മണ്ടയമ എങ്ങനെ കയറണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പഴയ വീടിൻ്റെ മണ്ടയമ കയറണം. നമുക്ക് നേരെ പോയി ഇതിൻ്റെ മണ്ടയമ കയറി ചാടി പിന്നെ അതിൻ്റെ മണ്ടയമ നേരെ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ പോയി. പിന്നെ ടോയ്ലറ്റിലെത്തി. അവിടെ നിന്ന് നമ്മുടെ ബാത്ത് ടബിൽ കയറി നേരെ ഒറ്റച്ചാട്ടം. വർക്കാവുന്നില്ല ഗൈസ്, വർക്കാവുന്നില്ല. ഇങ്ങോട്ടേക്കാണ് അറിയില്ല. അപ്പോൾ ആ മിത്ത് മുഞ്ചിപ്പോയി. നമുക്ക് അടുത്ത മിത്ത് ചെയ്യാം. അടുത്ത മിത്തൊന്നുമില്ല, ചുമ്മാ പറഞ്ഞാണ്. ഒരു ഐഡിയ ഉള്ളൂ, ഹെലികോപ്റ്റർ വിളിക്കണ്ണാച്ചി. വെറുതെ ഹെലികോപ്റ്ററിൽ നിന്ന് പൈസ കളയാന്നുള്ള വേറെ ഒന്നുമില്ല. നല്ല വേനയായിരുന്നു കേസ്, ഒന്നും പറയാനില്ല. വെറുതെ ഹെലികോപ്റ്റർ വിളിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഗൈസ് നമുക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ട്. അത് എത്ര റയറാന്ന് നിങ്ങൾക്കറിയില്ല. നല്ല റയർ സാധനം അത്. ഹെലികോപ്റ്ററിനേക്കാളും വില കൂടിയതാണ് ആ സാധനം. വേഗം പറക്കോ? ഇല്ല, നമ്മൾ ചമ്മി. ഇല്ല. ഇതെന്ത് സംഭവം? എൻ്റെ ഹെലികോപ്റ്റർ അവിടെ എടുക്കണു. ആ സാധനം ഇല്ലാന്ന് പറഞ്ഞ അവിടെ അങ്ങോട്ടും കിടക്കണ്ട. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതിന് പവർ ഉണ്ടെന്ന്. സ്പീഡോക്ക് ഗൈസ്, സ്പീഡ് നോക്ക്, കാണിച്ചു തരാമേ. കണ്ടില്ലേ, ഹൈ സ്പീഡിലാണ് പോണേ. നോക്ക്. എൻ്റെ ദൈവമേ, കണ്ടില്ലേ? അയ്യോ,
അയ്യോ എൻ്റെ മേളിലിറക്കാം. അയ്യോ 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 ഇറക്ക് കൺട്രോളില്ല. അമ്മേ അയ്യോ ഗൈസ്, കൺട്രോൾ തെറ്റിപ്പോയി. ഇതങ്ങനെ കൺട്രോളൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അയ്യോ എൻ്റെ കൺട്രോള് പോയി. എന്നാലും ഭാഗ്യം ഞാനിവിടെ ഇറങ്ങിയത്, അല്ലെങ്കിൽ നേരെ പോയി സത്താൻ. അയ്യോ അയ്യോ രക്ഷപ്പെട്ടു. ഇതാരപ്പോൾ വിളിക്കണത്? നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ഇതെന്താ പറയണേ? ഞാൻ നിൽക്കണ സ്ഥലം പൊട്ടിത്തെറിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിലല്ലേ നിൽക്കണേ, അല്ല പഴയ വീട്ടിലല്ലേ നിൽക്കണേ. ഈ ചടിപ്പോയി. അയ്യോ ഓ നല്ല വേണ വെണിച്ചു. അതിനിവൻ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞെന്തിനാ ഇനിയിവിടെ പൊട്ടിത്തെറിക്കണേ? ഞാനന്ന് വിളിച്ചോക്കണ്ട എന്താ കാര്യം, എന്താണ് എനിക്ക് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ? എൻ്റെ ദൈവമേ, വിളിക്കാൻ പോയതാണ്, പൊട്ടിത്തെറിച്ചു. പക്ഷെ ഹെലികോപ്റ്ററൊന്നും പറ്റിയില്ല, താറിനൊന്നും പറ്റിയില്ല, വീട് മാത്രം പൊട്ടിത്തെറിച്ചു. ഞാനിപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പെട്ടേനെ. അയ്യോ ഓടിക്കോ. അപ്പം ഞാൻ ചീറ്റ് കോഡ് പറഞ്ഞുതരാം, വേഗം അടിച്ചെടുത്തോ. അപ്പോൾ ദേ ഇതാണ് ചീറ്റ് കോഡ്, എല്ലാവരും അടിച്ചെടുത്തോ. 6677 JCBയുടെ ചീറ്റ് കോഡാണിത്. അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് കാണിച്ചു തരാം. സ്റ്റിയറിങ്ങിൻ്റെ നമ്മൾ കയറി വന്ന ഭാഗത്ത് ഈ പ്ലേ കൊടുക്കല്ലേ. അയ്യോ സോറി ഗൈസ്, പ്ലേ കൊടുക്കരുത്. നമ്മൾ ഇത് അറ്റത്തായിട്ട് റൈറ്റ് സൈഡിൽ കൺട്രി കൊടുത്തേക്കണതിൻ്റെ മേളിൽ സ്റ്റിയറിങ്ങിൻ്റെ ഇതൊക്കെ കാണും. ചോച്ച് എന്തോ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഈ സ്റ്റിയറിങ് എടുക്കുക, സ്റ്റിയറിങ് എടുക്കണു, അതെടുക്ക് ഇട്ട് ഓടിച്ചാൽ മതി ഗൈസ്. അയ്യോ